കോട്ടയം ഭദ്രാസനത്തിലെ മാതൃകാ സൺഡേ സ്കൂളായി വർത്തിക്കുന്ന പുതുപ്പള്ളി നിലയ്ക്കൽ ഓർത്തഡോക്സ് ദേവാലയത്തിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ സോണൽ തലത്തിലും അഖില മലങ്കര അടിസ്ഥാനത്തിലും മത്സര പരീക്ഷകളിലും സഹപാഠ്യ മത്സരത്തിലും തങ്ങളുടേതായ വൈഭവം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മെത്രാസന ദിന വാർഷികത്തിൽ നിലയ്ക്കൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഇതാ ഒരു ലഘു നാടകവുമായി. നിലയ്ക്കൽ ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ലഘുനാടകം ആരംഭിക്കുകയായി. ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ലഘുനാടകം സ്നേഹത്തിൻ്റെ കനവ്. ഈ നാടകത്തെക്കുറിച്ച് ഒരു വാക്ക്. ആധുനിക കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റം മനുഷ്യരിലാണ് ഏറ്റവും സ്വാധീനിച്ചിരിക്കുന്നത്. ഇന്ന് മനുഷ്യരിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്ന മനുഷ്യത്വം, കാരുണ്യം, വാത്സല്യം തുടങ്ങിയ മൂല്യങ്ങൾ പുതുതലമുറയ്ക്ക് പോലും തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. പുരാതന കാലം മുതൽ സഹജീവികളോട് കാരുണ്യം പുലർത്തിയിരുന്ന ഒട്ടേറെ വ്യക്തികളെ വിവിധ മതഗ്രന്ഥങ്ങളിലൂടെ നാം വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്രകാരമുള്ള ഒരു ബൈബിൾ കഥ വേദിയിൽ അരങ്ങേറുന്നു. കോട്ടയം ഭദ്രാസന ദിനാഘോഷത്തോടനുബന്ധിച്ച് നിലയ്ക്കൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ബൈബിളിലെ സാഹോദര്യ സ്നേഹത്തിന് നിദർശനമായ യോസഫിൻ്റെ കഥ. അഭിനയ ചാതുര്യം കൊണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്നേഹത്തിൻ്റെ കനവ്, ദ ഡ്രീം ഓഫ് ലവ്. വലിയ വരൾച്ച കനാൻ ദേശമടക്കം പല ദേശങ്ങളിലേക്കും വ്യാപിച്ചു. യാക്കോബിനെയും അവന്റെ മക്കളെയും ക്ഷാമം ബാധിച്ചു. എന്നാൽ ഈജിപ്തിൽ ധാരാളം ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടായിരുന്നു. യൗസേപ്പിന്റെ കാര്യക്ഷമമായ പ്രവൃത്തിയുടെ ഫലമായി ക്ഷാമത്തെ നേരിടാൻ തക്കവിധം ധാന്യങ്ങൾ ശേഖരിച്ചു വച്ചിരുന്നു. എന്നാൽ യാക്കോബിന്റെ കുടുംബം ഇതറിഞ്ഞിരുന്നില്ല. പിന്നീട് മറ്റുള്ളവരിൽ നിന്നും ക്ഷാമത്തെ നേരിടാനുള്ള ധാന്യം ഈജിപ്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ യാക്കോബ് തൻ്റെ മക്കളോട് ധാന്യം വാങ്ങുവാൻ ഈജിപ്തിൽ പോകുവാനായി നിർബന്ധിക്കുന്നു. അപ്പാ, എന്താ മകനെ? നമ്മൾ ശേഖരിച്ചു വെച്ചിരുന്ന ധാന്യങ്ങൾ മുഴുവൻ തീർന്നിരിക്കുന്നു. നമ്മൾ ഇനി എന്ത് ഭക്ഷിക്കും? ഇനി എങ്ങനെ ജീവിക്കും? മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വിഷമിച്ചിരിക്കുന്നത്? ഈജിപ്തിൽ ധാരാളം ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടെന്നറിയുന്നു. അവിടേക്ക് ചെന്ന് ധാന്യം വാങ്ങി വരൂ. നമ്മൾ പട്ടിണി കിടന്ന് മരിക്കരുത്. നമ്മൾക്ക് ജീവിക്കണം. ശരിയാണ്, ഞങ്ങൾ ഉടനെ തന്നെ പോകാമപ്പ. അവിടെ ചെന്ന് ധാന്യം വാങ്ങി വരാം. ശരി, അങ്ങനെയാവട്ടെ. നിങ്ങൾ പോയി വരൂ. ഇളയവനായ ബെന്യാമിൻ എന്നോടൊപ്പം നിൽക്കട്ടെ. ശരിയപ്പാ, അവിടുത്തെ ഹിതം പോലെ ആവട്ടെ. യാക്കോബിന്റെ പുത്രന്മാർ അവരുടെ ഇളയ സഹോദരനായ ബെന്യാമീനെ വീട്ടിൽ പിതാവിനോടൊപ്പം നിർത്തി. തുടർന്ന് ഈജിപ്തിലേക്ക് ധാന്യം വാങ്ങുന്നതിനായി പുറപ്പെട്ടു. യാക്കോബിന് തൻ്റെ ഇളയ പുത്രനായ ബെന്യാമീനോട് ഏറെ വാത്സല്യവും ഉണ്ടായിരുന്നു. സഹോദരന്മാർ ധാന്യം വാങ്ങാൻ എത്തിയപ്പോൾ അവർ ജോസഫിന് മുമ്പിൽ കണ്ണീരോടെ വീണു. എന്നാൽ അവർ അറിഞ്ഞില്ല, ആ ഭരണാധികാരിയായി മുന്നിലിരിക്കുന്നത് തങ്ങൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞ തങ്ങളുടെ സ്വന്തം സഹോദരനായ ജോസഫ് ആണെന്നുള്ള സത്യം. ഇവരാണ് എൻ്റെ സഹോദരന്മാർ. ഇവർ എന്നെ തിരിച്ചറിയുന്നില്ല. പ്രഭുവേ,
കനാനിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ. ക്ഷാമം കൊണ്ട് പൊറുതിമുട്ടി. അവിടെ എങ്ങും ധാന്യമില്ല. ഇവിടെ നിന്നും ഭക്ഷ്യധാന്യം വാങ്ങാൻ ആണ് ഞങ്ങൾ വന്നത്. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കൈവെടിയരുത്. ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ ചാരന്മാരാണ്. നമ്മുടെ ദേശത്തിലെ ദുർബലമായ ഭാഗങ്ങൾ കണ്ടെത്തുവാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ല പ്രഭു, ഞങ്ങൾ സത്യസന്ധരാണ്. ഞങ്ങൾ ഒരപ്പന്റെ മക്കളായ 12 സഹോദരങ്ങളാണ്. ഏറ്റവും ഇളയ സഹോദരൻ ഇപ്പോഴും നമ്മുടെ പിതാവിനൊപ്പം വീട്ടിലുണ്ട്. മറ്റൊരാൾ ഈ ലോകത്ത് തന്നെ ഇല്ല. നിങ്ങളുടെ പണക്കിഴികൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കൂ. നിങ്ങൾക്ക് വിശ്രമശാലയിലേക്ക് പോകാം. നന്ദി പ്രഭു. ആരെവിടെ? ഇവർക്ക് വേണ്ടി ധാന്യച്ചാക്കുകൾ കൊണ്ടുവരൂ. ഈ പണക്കിഴികൾ ഓരോ ചാക്കിന്റെ ഉള്ളിലും വെക്കണം. അടുത്ത പ്രഭാതത്തിൽ യോസഫ് കനാനിൽ നിന്ന് വന്ന സഹോദരങ്ങളെ തന്റെ സന്നിധിയിലേക്ക് വിളിപ്പിക്കുന്നു. നിങ്ങൾ സത്യസന്ധരാണോ എന്ന് തെളിയിക്കൂ. നിങ്ങളിൽ ഒരാൾ ഇവിടെ തുടരട്ടെ. മറ്റുള്ളവർ ചെന്ന് നിങ്ങളുടെ വീട്ടിലുള്ള ഇളയ സഹോദരനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ആ സമയം നിങ്ങൾ സത്യസന്ധരാണ് എന്ന് ഞാൻ വിശ്വസിക്കും. ഞങ്ങളുടെ സഹോദരൻ ശിമയോൻ അങ്ങയോടൊപ്പം നിൽക്കട്ടെ. അങ്ങനെയാകട്ടെ. നിങ്ങൾക്ക് ധാന്യവുമായി മടങ്ങാം. അങ്ങനെ ശിമയോനെ തടവിൽ വച്ച് യോസഫ് അവരെ മടങ്ങുവാൻ അനുവദിച്ചു. പിറ്റേന്ന് ധാന്യവുമായി അവർ തിരിച്ചുപോയി. ഈജിപ്തിൽ ജോസഫിന്റെ മന്ദിരത്തിൽ വെച്ചുണ്ടായ സംഭവങ്ങൾ മക്കൾ യാക്കോബിനോട് വിവരിക്കുന്നു. തുടർന്ന് അവർ കൊണ്ടുവന്ന ധാന്യച്ചാക്കുകൾ തുറന്ന് പിതാവിനെ കാട്ടുന്നു. കൂട്ടരെ, നമ്മുടെ ചാക്കിൽ എങ്ങനെയാണ് ഈ പണക്കിഴി വന്നത്? അപ്പാ, ഞങ്ങൾ കൊടുത്ത പണക്കിഴിയെല്ലാം ഈ ചാക്കുകളിൽ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾ ഇവ ഭരണാധികാരിയെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ കള്ളം പറയുകയാണ്. അല്ല, ഞങ്ങൾ കള്ളം പറയുകയല്ല. അല്ല, ഞങ്ങൾ കള്ളം പറയുകയല്ല. പിതാവേ, അങ്ങ് ശിമയോനെ തേടുകയാണോ? ശിമയോൻ ഞങ്ങളോടൊപ്പം എത്തിയിട്ടില്ല. ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരം കൊട്ടാരത്തിലാണ്. എന്ത്? കൊട്ടാരത്തിലോ? അതെ അപ്പാ, ബെന്യാമീനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഭരണാധികാരി ആവശ്യപ്പെട്ടിരിക്കുന്നു. അല്ല എങ്കിൽ നമ്മൾ വിശ്വാസയോഗ്യരല്ല എന്നും പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ബെന്യാമിനെ പറ്റി പറഞ്ഞത്? എനിക്കൊരു മകനെ കൂടി നഷ്ടമാക്കാനാവില്ല. പിതാവേ, ഞാൻ എന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാണെങ്കിലും ബെന്യാമീനെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരും. മകനെ, ഞാൻ നിന്നിൽ വിശ്വാസമർപ്പിക്കുന്നു. എന്നാൽ അങ്ങനെയാവട്ടെ. ക്ഷാമം കടുപ്പത്തിലായതിനാലും ശിമയോൻ ഈജിപ്തിൽ ജോസഫിന്റെ തടവിലായതിനാലും യാക്കോബിന് ബെന്യാമീനെ അയക്കേണ്ടി വന്നു. സഹോദരന്മാർ തങ്ങളുടെ ഇളയ സഹോദരനായ
ബെന്യാമീനുമായി ജോസഫിന്റെ കൊട്ടാരത്തിൽ എത്തുന്നു. ആരെവിടെ? ഇവർക്കായി ഒരു വിരുന്നൊരുക്കുവീൻ. ശരി പ്രഭു. കനാനിൽ നിന്ന് വന്ന സഹോദരന്മാരെ, ഇന്ന് നിങ്ങൾ എന്നോടൊപ്പം വിരുന്നിൽ സംബന്ധിച്ച് ഇവിടെ തന്നെ വിശ്രമിക്കൂ. നാളെ പുലർച്ചെ എന്നെ ദർശിച്ച ശേഷം നിങ്ങൾക്ക് ധാന്യവുമായി സ്വന്തം ദേശത്തേക്ക് മടങ്ങാം. ശരി പ്രഭു, അങ്ങയുടെ ഹിതം പോലെ. ജോസഫ് പിന്നെയും അവരെ പരീക്ഷിച്ചു. ജോസഫിന്റെ വെള്ളിപ്പാനപാത്രം ബെന്യാമീന്റെ ധാന്യച്ചാക്കിൽ സൂക്ഷിക്കുവാൻ രഹസ്യമായി കാര്യവിചാരകനെ ഏർപ്പാടാക്കി. വിരുന്നിനു ശേഷം പിറ്റേന്ന് പുലർച്ചെ സഹോദരന്മാർ വീണ്ടും ജോസഫിന്റെ സന്നിധിയിൽ എത്തുന്നു. പ്രഭു, ആരെവിടെ? ഇവരുടെ ധാന്യച്ചാക്കുകൾ പരിശോധിക്കൂ. പ്രഭു, അങ്ങയുടെ പാനപാത്രം ഇതാ ഇവിടെ ഈ ധാന്യച്ചാക്കിനുള്ളിൽ. ശരിയോ? നിങ്ങൾ മോഷ്ടാക്കളാണോ? നീ എന്റെ പാനപാത്രം മോഷ്ടിച്ചുവോ? പ്രഭു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തതെന്ത്? പ്രഭുവിന്റെ പാനപാത്രം മോഷ്ടിച്ചയാൾ ശിക്ഷ അനുഭവിക്കും. അയാൾ യജമാനന്റെ അടിമയാകും. ബാക്കിയുള്ളവർ കുറ്റമില്ലാത്തവരായിരിക്കും. ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങളുടെ സഹോദരൻ മോഷ്ടാവല്ല. ഞങ്ങൾ കപടകർമ്മം ചെയ്തിട്ടില്ല. ഞങ്ങളെ അടിമകളാക്കൂ, പക്ഷേ ബെന്യാമീനെ വിട്ടയക്കൂ. ബെന്യാമീൻ ഇല്ലാതെ അപ്പന്റെ അരികിൽ ചെന്നാൽ അപ്പൻ അത് വിഷമമാകും. ബെന്യാമീനെ തിരിച്ചു കൊണ്ടുവരും എന്ന എന്റെ ഉറപ്പിന്മേലാണ് അപ്പൻ ഇവനെ ഞങ്ങളോടൊപ്പം അയച്ചത്. അപ്പന്റെ പ്രാണൻ ഇവന്റെ പ്രാണനോട് പറ്റിയിരിക്കൊണ്ട് ഇവനില്ലാതെ ഞങ്ങൾ ചെന്നാൽ അപ്പൻ മരിച്ചു പോകും. അതിനാൽ ബെന്യാമീന് പകരം ഞാൻ അടിമയായിക്കൊള്ളാം. അങ്ങനെ അപ്പന് ഭവിക്കുന്ന ദോഷം ഒഴിവാക്കാം. എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവീൻ. തന്റെ സഹോദരന്മാരുടെ മനസ്സ് കണ്ടപ്പോൾ ജോസഫിന് അത്യധികം സന്തോഷം തോന്നി. സഹോദരന്മാരോട് താൻ ആരെന്ന സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള സമയം സമാഗതമായി എന്ന് ജോസഫ് മനസ്സിലാക്കുന്നു. അതിനായി ജോസഫ് തന്റെ സഹോദരന്മാരെ തന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിക്കുന്നു. ആരെവിടെ? കനാനിൽ നിന്നും വന്ന സഹോദരങ്ങളെ എന്റെ മുമ്പിൽ ഹാജരാക്കൂ. സഹോദരങ്ങളെ, ഞാൻ തന്നെയാണ് നിങ്ങളുടെ സഹോദരനായ ജോസഫ്, നിങ്ങൾ വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ. ഇത് സത്യമാണോ? നമ്മളുടെ സഹോദരനായ യോസഫ്? ദുഃഖിക്കേണ്ട, നിങ്ങൾക്ക് കുറ്റബോധവും വേണ്ട. ദൈവം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനായി എന്നെ അയച്ചിട്ടുള്ളതാണ്. ഇപ്പോഴുണ്ടായ ഈ ക്ഷാമം ഇനിയുള്ള 5 വർഷം കൂടി നീണ്ടു നിൽക്കും. നിങ്ങൾ തിരികെ പോയി നമ്മുടെ പിതാവിനെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇവിടെ എത്തിക്കൂ. സഹോദരന്മാർ കനാനിൽ തിരിച്ചുപോയി യാക്കോബിനെയും തങ്ങളുടെ കുടുംബത്തെയും കൊണ്ടുവന്നു. കുടുംബം വീണ്ടും ഒത്തുചേർന്നു. ജോസഫ് പൂർണ്ണ ഹൃദയത്തോടെ തന്റെ സഹോദരന്മാരോട് ക്ഷമിച്ചു. അപ്പാ, എന്റെ മകനെ, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതി. ഇപ്പോൾ
നീ എൻ്റെ മുമ്പിൽ പ്രതാപ ഐശ്വര്യത്തോടുകൂടി നിൽക്കുന്നു. ദൈവത്തിന് സ്തുതി. അപ്പാ, എല്ലാം ദൈവം നല്ലതിനായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ സഹോദരങ്ങൾ വീണ്ടും ഒന്നു ചേർന്നിരിക്കുന്നു. ദൈവം നമ്മളെ രക്ഷിച്ചിരിക്കുന്നു. സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി സ്വന്തം സഹോദരങ്ങളെ വെട്ടിനുറുക്കുന്ന നമ്മുടെ സമൂഹം, നിസ്സാര കാര്യങ്ങൾക്കായി തമ്മിൽ പൊരുതുന്ന സഹോദരങ്ങൾ, നേർക്കുനേർ കണ്ടാലും മുഖം തിരിക്കുന്ന വെറുപ്പിന്റെ മുഖങ്ങൾ, തിന്മയുടെ പാതയിൽ ദിശയറിയാതെ അലമുറയിടുന്ന മനുഷ്യജന്മങ്ങൾ, അതെ, തന്റെ ജീവനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിച്ച ജോസഫിന്റെ കഥ പുത്തൻ തലമുറയ്ക്ക്, നവയുഗത്തിന് ഒരു വെളിച്ചമായി തീരട്ടെ. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. നിലയ്ക്കൽ സൺഡേ സ്കൂൾ കുട്ടികളുടെ അതിമനോഹരമായ സ്കിറ്റിന് നന്ദി അറിയിക്കുന്നു.